ഹായ്, ഞാൻ സുനോജ് കുര്യൻ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൾഫിലെ ചൂട് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നു. ചൂട് കൂടുന്നതനുസരിച്ച് നമ്മളുടെ വാഹനങ്ങളിലെ AC-യും തണുക്കുവാനുള്ള സമയവും കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഡാഷ്ബോർഡ് AC മാത്രമുള്ള വാഹനങ്ങളിൽ ഈ ഉച്ച സമയത്തൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേനും വണ്ടി തണുക്കുവാൻ സമയം കൂടുതലെടുക്കുന്നു. കൂടാതെ പുറകിലിരിക്കുന്നവർക്ക് തണുപ്പ് വളരെ കുറച്ച് മാത്രമേ കിട്ടുകയും ചെയ്യുന്നുള്ളൂ. ഈ ഒരു അവസരത്തിലാണ് നമ്മളുടെ വാഹനങ്ങളിലെ AC റിപ്പയറിനെ പറ്റി ചിന്തിച്ചു തുടങ്ങുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ വാഹനങ്ങളിലെ AC ഫിൽട്ടർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്ന് കാണാം. കൂടാണ്ട് ഒറിജിനൽ AC ഫിൽട്ടറും ഡ്യൂപ്ലിക്കേറ്റ് AC ഫിൽട്ടറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നും കാണാം. കഴിഞ്ഞ വർഷം ഈ ചൂടുകാലത്താണ് എൻ്റെ കൊറോളയിലെ AC കംപ്ലൈൻ്റ് ആകുന്നത്. ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഷോപ്പിങ്ങിനായി പോവുകയായിരുന്നു. പോകുന്ന വഴിക്ക് വണ്ടിക്ക് യാതൊരുവിധ കുഴപ്പമില്ല, AC ഒക്കെ നന്നായിട്ട് തണുക്കുന്നുണ്ട്. നേരെ ഷോപ്പിങ്ങിന് ചെന്നു. അവിടെ വണ്ടി നിർത്തി നേരെ അകത്ത് കയറി സാധനങ്ങളെല്ലാം മേടിച്ചു തിരിച്ചിറങ്ങി വന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. AC ഓൺ ചെയ്തപ്പോഴത്തേനും ഫാൻ വർക്കാവുന്നുണ്ട്, തണുക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കും, കുറച്ചൊന്ന് ഓടി കഴിയുമ്പോൾ തണുക്കുമായിരിക്കും ഓർത്ത് വണ്ടി എടുത്ത് പോന്നു. പോരുന്ന യാത്രയിൽ ചെറിയ എന്തോ ഗ്യാസിൻ്റെ പോലത്തെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്, വണ്ടി തണുക്കുന്നുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി AC എന്തായാലും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്, മിക്കവാറും ഗ്യാസ് ലീക്ക് ആയതായിരിക്കും. ഗ്യാസ് നിറച്ച് കഴിഞ്ഞാൽ കാര്യം തീരും എന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും വൈകുന്നേരം ആയപ്പോഴത്തേനും ഞാനൊരു AC ടെക്നീഷ്യൻ്റെ അടുത്ത് പോയി. അപ്പോൾ AC ടെക്നീഷ്യൻ എല്ലാം ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു വണ്ടിയുടെ കംപ്രസർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്, കംപ്രസർ മാറാതെ ഇനിയിപ്പോൾ AC വർക്കാകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കംപ്രസറിൻ്റെ വില ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം 1000 ദിർഹംസോളം വരും കംപ്രസറിൻ്റെ വില തന്നെ. പിന്നെ അവരുടെ പണിക്കൂലി വരും. അപ്പോൾ എൻ്റെ കയ്യിൽ അത്രയും പൈസ ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ അവിടുന്ന് പോകുന്നിട്ട് അടുത്ത് വേറൊരു ടെക്നീഷ്യൻ എടുത്ത് ചെന്നു. ഈ രണ്ടാമത്തെ ടെക്നീഷ്യൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേനും ഇയാൾ AC കംപ്രസർ ഊരിയെടുത്തിട്ടെല്ലാം ചെക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഇതിൻ്റെ ഡെക്സ് എന്ന് പറയുന്നൊരു സംഭവം പോയതാണെന്ന് പറഞ്ഞു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് അങ്ങനെ തന്നെയാണോ എൻ്റെ ഒറിജിനൽ പേരും എന്ന് പറയത്തില്ല. എന്തായാലും പുള്ളി പാകിസ്ഥാനി ആയിരുന്നു. പുള്ളി പറഞ്ഞ് ഈ പറയുന്ന അതായത് നമ്മൾ AC-യുടെ ബെൽറ്റൊക്കെ ഇടുന്ന ആ ഒരു കറങ്ങുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കംപ്ലൈൻ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അത് ശരിയാക്കി തന്നോളാമെന്ന് പറഞ്ഞു. അതിനുശേഷം കംപ്രസറെല്ലാം അഴിച്ചെടുത്ത് തന്നെ ഓരോന്നും കാണിച്ചു. എൻ്റെ ഫ്രണ്ട് വെച്ച് തന്നെയാണ് പുള്ളി ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ബെൽറ്റ് ഇടുന്ന ആ സാധനം പുള്ളിയുടെ ഇതിന് നമ്മുടെ വണ്ടിക്ക് സ്യൂട്ടായ യൂസ്ഡ് സാധനം ഇരിപ്പുണ്ടായിരുന്നു. ആ സാധനം പുള്ളി മാറിയിട്ടു. ഇന്നിപ്പോൾ 1 വർഷമായി ഒരു കംപ്ലൈൻറ്റും ഇല്ല AC-ക്ക്. ഇങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് പുള്ളി ചാർജ് ചെയ്തത് വെറും 200 ദിർഹംസ്. 1000 ദിർഹംസിൽ നിന്നും 200 ദിർഹംസിലോട്ട് വന്നു. രണ്ടാമത്തെ ടെക്നീഷ്യൻ്റെ അടുത്ത് പോയപ്പോഴത്തേനും അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റോറി പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ കംപ്ലൈൻ്റൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേനും പല വർക്ക്ഷോപ്പുകാരൊക്കെ അടുത്ത് പോകുമ്പോൾ നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയൻ കൂടെ എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു അനുഭവം ഞാനിവിടെ പങ്കുവെച്ചത്. അതുപോലെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ കഴിഞ്ഞ വീഡിയോ നമ്മളുടെ യൂസ്ഡ് കാർ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ഒരു സബ്സ്ക്രൈബറും എൻ്റെ ഒരു ചേട്ടനുമായ ജയമൻ ചേട്ടായി എനിക്കൊരു സജഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ വണ്ടി എടുക്കാൻ പോകുമ്പോഴത്തേനും വണ്ടിയൊക്കെ ചെക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേനും വണ്ടി എഞ്ചിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എഞ്ചിൻ്റെ ഓയിൽ ഒഴിക്കുന്ന ക്യാപ്പ് ഒന്ന് തുറന്ന് നോക്കണം. അപ്പോൾ ആ ക്യാപ്പിൽ എന്തെങ്കിലും ഈർപ്പം പറ്റിപ്പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഈർപ്പം പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ എന്തെങ്കിലും അംശമുണ്ട് എന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ ഹെഡ് ഗ്യാസ്കറ്റ് കംപ്ലൈൻ്റ് ആയിട്ടാണ്. അതിൽ നിന്നും എന്തെങ്കിലും ലീക്ക് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഈർപ്പം ഉണ്ടാകാൻ കാരണം. അപ്പോൾ ആ ഒരു കാര്യവും കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ എഞ്ചിൻ ഗ്യാസ്കറ്റ് മാറി പണിയേണ്ടതായിട്ട് വരും. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ജയമൻ ചേട്ടായി എനിക്കൊരു സജഷൻ തന്നിരുന്നു. അത് നമ്മളുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളും ഈ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത് നിങ്ങളും ഇതുപോലുള്ള സജഷൻസ്, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഞാൻ പറഞ്ഞെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണൽ മെസ്സേജ് ഇട്ട് പറയുക. അപ്പോൾ എനിക്കതനുസരിച്ച് ഇമ്പ്രൂവ് ആകാൻ സാധിക്കും. നമ്മുടെ യൂസ്ഡ് കാർ ചെക്കിങ്ങിൻ്റെ വീഡിയോ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും കാണാത്തവർ അതൊന്ന് കയറി കാണുക. നമ്മളിന്ന് ഈ കാണുന്ന വണ്ടിയുടെയാണ് AC ഫിൽട്ടർ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇത് ടൊയോട്ട സിയന്ന എന്ന് പറയുന്ന വണ്ടിയാണ്. ഈ വണ്ടിയുടെ 2 വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇതിൻ്റെ ഫുൾ റിവ്യൂ, 2 ഇതിൻ്റെ ബ്രേക്ക് പാഡ് മാറുന്ന വീഡിയോ. 2ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് AC ഫിൽറ്ററുകൾ, ക്യാബിൻ ഫിൽട്ടർ എന്ന് പറയും. അപ്പോൾ എൻ്റെ 2 ഫിൽട്ടറുകളുണ്ട്. ഇത് വന്നിട്ട് ഒറിജിനൽ ടൊയോട്ടയുടെ AC ഫിൽട്ടറാണിത്. ഇത് വന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇത് കോമൺ ആയിട്ടുള്ള ഒട്ടുമിക്ക കാറുകൾക്കും ഇടാൻ പറ്റുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു AC ഫിൽട്ടറാണിത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് തമ്മിലുള്ള വിലയിലുള്ള വ്യത്യാസം പറയാം. ഈ ഒറിജിനലിന് 100 ദിർഹംസാണ് ഇതിൻ്റെ വില. ഈ ഡ്യൂപ്ലിക്കേറ്റിന് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് പല വിലകളിൽ കിട്ടും.
10 ദിർഹംസിൻ്റെ ഉണ്ട്, 25 ദിർഹംസിൻ്റെ ഉണ്ട്. ഇത് വെറും 10 ദിർഹംസിൻ്റെ AC ഫിൽറ്ററാണ്. ഇതാണ് നമ്മളുടെ ഒറിജിനൽ AC ഫിൽറ്റർ ഈ വണ്ടിക്ക് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ഇതിൻ്റെ മുകൾ വശമാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് നമ്മളൊരു കണക്ഷനുണ്ട്, ഇങ്ങനെയൊരു കണക്ഷനുണ്ട് ഇതിൻ്റെ മുകൾ വശത്ത്. അതുപോലെ ഇതിൻ്റെ താഴവശമാണ്. താഴവശത്തിന് ഇത് കണ്ടോ, കണക്ഷനൊന്നുമില്ല, ഇങ്ങനെ നിൽക്കുവാണ്. ഒറിജിനലിൻ്റെ സൈഡിൽ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് കാണാം, അപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ വശം മുകളിലോട്ടാക്കി വേണം നമ്മൾ ഇത് ഇടുവാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ഈ ഡ്യൂപ്ലിക്കേറ്റിന് പ്രത്യേകിച്ച് അപ്പ് സൈഡ് ഡൗണോ അങ്ങനെ ഏത് വശത്തോട്ടാണ് വെക്കേണ്ടതെന്നൊന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ 2 വശങ്ങളും ഒരുപോലെയാണ്, പ്രത്യേകിച്ച് കണക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് ഏത് വശത്തോട്ട് വേണമെങ്കിലും വെക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ഒറിജിനൽ നമുക്ക് ഒരു സൈഡിലോട്ടേ വെക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ പൊസിഷനിങ് ഇവിടെ ആരോ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണിത് ചേഞ്ച് ചെയ്യുന്നത് എന്ന് കാണാം. വാഹനങ്ങളിലെ AC ഫിൽറ്ററിൻ്റെ പൊസിഷൻ നമ്മുടെ ഗ്ലൗ ബോക്സിൻ്റെ ഉൾവശത്തായിട്ട് വരും. അപ്പോൾ നമുക്ക് AC ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഗ്ലൗ ബോക്സ് തുറക്കുക. ഗ്ലൗ ബോക്സ് തുറന്നതിന് ശേഷം ഇത് നമ്മൾ ഊരി മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് ഊരുന്നതിന് വേണ്ടിയിട്ട് ഈ സൈഡിൽ ചെറിയൊരു ലോക്കുണ്ട്. ഈ ലോക്ക് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തട്ടിയാൽ ഊരിപ്പോരുന്ന ലോക്കാണ്. ആ ലോക്ക് ഊരി മാറ്റണം. പിന്നെ വന്നിട്ട് ഇതിൻ്റെ ഈ മേളിൽ ഈ വശങ്ങളിൽ ഒരു ക്ലിപ്പുണ്ട്, 2 വശങ്ങളിലും ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് പതിയെ നമ്മൾ തള്ളി ഇങ്ങഴിക്ക് മാറ്റണം. നമുക്കതിങ്ങനെ അകത്തോട്ട് പ്രസ് ചെയ്താൽ ക്ലിപ്പിങ് ഊരിപ്പോരും. ഇപ്പോൾ ഇതിങ്ങനെ പതിയെ അകത്തോട്ട് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സൈഡിൽ ഊരിപ്പോരും. അതുപോലെ രണ്ടാമത്തെ സൈഡിൽ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് 2 സൈഡിലെ ക്ലിപ്പും ഊരിപ്പോരുന്നതാണ്. ക്ലിപ്പ് ഊരിയെടുത്തു. ക്ലിപ്പ് ഊരി കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്ലൗ ബോക്സ് ഇങ്ങനെ അടിയിൽ നിന്ന് വീണ്ടും ക്ലിപ്പാണ്, അവിടെ നമുക്ക് ഊരി മാറ്റാവുന്നതാണ്. ഇങ്ങനെ താഴോട്ട് ഊരി മാറ്റാം. ഇതിങ്ങ് മാറ്റി വെക്കുക. ഈ കാണുന്നതാണ് നമ്മുടെ AC ബ്ലോവർ. ഈ ടൊയോട്ട ഡെൻസോ എന്ന് എഴുതിയേക്കുന്ന ഇതാണ് നമ്മുടെ AC ബ്ലോവർ. അപ്പോൾ ആ ബ്ലോവറിൻ്റെ മേളിലായിട്ട് നമുക്ക് ഒരു കവർ കാണാം, ഈ അപ്പ് എന്ന് എഴുതിയേക്കുന്നുണ്ടോ, അവിടെയാണ് നമ്മുടെ AC ഫിൽറ്റർ ഇരിക്കുന്നത്. അത് നമ്മുടെ AC ഫിൽറ്ററിൻ്റെ കവറാണ്. ഈ കവറിൻ്റെ 2 വശത്തായിട്ട് ക്ലിപ്പുകൾ കാണും. ഈ ക്ലിപ്പ് അതുപോലെ 2 വശത്തും ക്ലിപ്പുകളുണ്ട്. ആ ക്ലിപ്പുകൾ നമ്മൾ പതിയെ ഇങ്ങനെ ഊരിയെടുക്കണം. അത് രണ്ടും കൂടെ ഒരുമിച്ച് ഊരിയെടുത്താലേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് ഊരിയെടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ AC ഫിൽറ്റർ കാണാൻ പറ്റും. ഇപ്പോൾ 2 ഞാൻ ലൂസാക്കി വെച്ചേക്കുവാണ് ഈ കവറിൻ്റെ. അപ്പോൾ നമുക്കിത് ചെറുതായിട്ട് ഊരിയും എടുക്കാം. ഊരിയെടുത്തതിന് ശേഷം ഇവിടെയാണ് നമ്മളുടെ AC ഫിൽറ്റർ ഇരിക്കുന്നത്. ഇതുണ്ട്, ഇത് ഒറിജിനലാണ്. അപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, സൈഡൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെറുതായിട്ടങ്ങ് ഊരിയെടുക്കുന്നു. പുതിയ ഫിൽറ്റർ ഇടാൻ പോവുകയാണ്. ഇതൊന്നുമില്ല, ഇത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ അങ്ങോട്ട് കയറ്റി വെച്ചാൽ മതി. അങ്ങനെ നമ്മൾ ഫിൽറ്റർ പൊസിഷനിൽ വന്നിട്ടുണ്ട്. അപ്പ് എന്നുള്ള പോർഷൻ മുകളിലോട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അതിനുശേഷം നമ്മളിതിൻ്റെ കവർ ഇടുക എന്നുള്ളതാണ്. ഇങ്ങനെ കവർ ഇടുക, കവറിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. അതോടുകൂടി നമ്മളുടെ AC ഫിൽറ്റർ ചേഞ്ചിങ് കഴിഞ്ഞു. നമ്മൾ ഗ്ലൗ ബോക്സ് തിരിച്ച് ഫിറ്റ് ചെയ്യണം. ഗ്ലൗ ബോക്സ് തിരിച്ച് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ 2 ലോക്കുകളിലേക്ക് ആദ്യമേ നമ്മൾ ഗ്ലൗ ബോക്സ് കയറ്റി വെക്കണം. കയറ്റി വെച്ചതിന് ശേഷം ഇവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. ഇത് അതിൻ്റെ അകത്തോട്ട് പോകും. അങ്ങനെ അവിടെ ലോക്കായി, ആ ക്ലിപ്പുകൾ ലോക്കായി. പിന്നെ വന്നിട്ട് നമ്മളുടെ ഈ ഒരു ലോക്ക് നമ്മൾ ചെറുതായിട്ടിങ്ങ് വലിച്ചു പിടിക്കുക. വലിച്ചു പിടിച്ചിട്ട് നമ്മൾ ഗ്ലൗ ബോക്സ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ അടച്ചു വെക്കാം. നമ്മൾ AC ഫിൽറ്റർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റും മെയിൻ്റനൻസും എങ്ങനെയാണെന്ന് പറയാം. ഒറിജിനൽ AC ഫിൽറ്ററിന് കമ്പനി പറയുന്നത് എല്ലാ 30,000 കിലോമീറ്ററിലും റീപ്ലേസ് ചെയ്യണമെന്നാണ്. എന്നാൽ ഡസ്റ്റ് കൂടുതലുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസേർട്ടിൽ കൂടെയൊക്കെ കൂടുതൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ 30,000 കിലോമീറ്റർ ഒന്നും കിട്ടത്തില്ല. നമുക്ക് ഒരു 20,000 കിലോമീറ്ററൊക്കെ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൂടാണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് AC ഫിൽറ്റർ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഒരു 5000, 7500 കിലോമീറ്ററുകളൊക്കെ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഡ്യൂപ്ലിക്കേറ്റിലോട്ട് വരുമ്പം ഒരിക്കലും 30,000 കിലോമീറ്റർ ഒന്നും കിട്ടത്തില്ല. നമുക്കത് വളരെ ചെറിയ പൈസയ്ക്ക് വാങ്ങുന്നതാണ്. എല്ലാ 10,000 കിലോമീറ്ററും അല്ല 5000 കിലോമീറ്ററിലൊക്കെ നമുക്കത് ടോട്ടലി റീപ്ലേസ് ചെയ്യുന്നത് ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കാര്യത്തിൽ നല്ലതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ പറയുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കോണും കൂടെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.